പഠിക്കാൻ തയ്യാറാവുന്നില്ല, പഠിക്കുന്നുമില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഖുർആൻ ഓതണേ, ആ ഖുർആനിൽ നിന്ന് പെൺമക്കളെ സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൻ നൂർ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ നബിയുനാ റസൂലുള്ളാഹി. ഇത് വലിയ സൂറത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എത്ര സൂറത്തുകളുണ്ട്. വേണ്ട യാസീൻ ഓതുന്ന എത്ര കുടുംബാദികളുണ്ട്. ഒരു 5 കൊല്ലം വേണ്ട, ഒരു 10 കൊല്ലം മുമ്പ് വരെ എല്ലാ വീടുകളിലും കൃത്യമായി ഖുർആൻ ഓതിയിരുന്നു. 5 കൊല്ലം എടുത്താൽ മതി, മുമ്പോട്ട് വേണ്ട. 5 കൊല്ലം മുമ്പ് വരെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ സൂറത്ത് ഓതിയിരുന്ന വീട്ടുകൾ നമ്മുടെ വീട്. ഇന്ന് നമ്മുടെ വീട്ടിൽ യാസീൻ സൂറത്തില്ല. ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമായി പ്രവാചകൻ പഠിപ്പിച്ചതാകുന്ന യാസീൻ നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ എടുത്തു പോയില്ലയോ? പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച ഇദാ വഖഅത്തിയ സൂറത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തു പോയില്ലയോ? പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ നോട്ടിന്റെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും പ്രവാചകന്റെ അധ്യാപനം നമ്മൾ ശ്രദ്ധിക്കണേ. റസൂലുള്ള പറയുന്നു, വീട്ടിൽ ദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവാകാൻ, ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടി പ്രവാചകന് പഠിപ്പിക്കുകയാണ്, ഇദാ വഖഅത്തിയ സൂറത്ത് നിങ്ങൾ ഓതണേ. സൂറത്തുൽ വാഖിയ അത് ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല. നബിയുനാ റസൂലുള്ളാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ലേ? പെൺമക്കൾ അധികരിച്ചതാകുന്ന വ്യക്തിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല. അദ്ദേഹത്തിന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു, നീ ഈ സൂറത്ത് ഓതണം. ഇദാ വഖഅത്തിയ സൂറത്ത് നിങ്ങളുടെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദേഹം അത് പഠിപ്പിച്ചു കൊടുത്തു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ പെൺമക്കൾക്കും ആ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ ദിവസവും ഡെയിലി അങ്ങനെ ഓതുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കഴിഞ്ഞപ്പോ ഒന്നാം ഖലീഫയായി കടന്നു വന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കയ്യിലേക്ക് ഒരു സ്വർണത്തിന്റെ കിഴിയുമായി ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ വന്നുകൊണ്ട് വിളിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി ചെന്നപ്പോൾ ആ സ്വർണത്തിന്റെ കിഴി കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് പെൺമക്കൾ അധികരിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ഇത് ഉപകരിക്കുമേ ജീവിതത്തിൽ എന്ന് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എനിക്കിത് വേണ്ട. കാരണം അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ വാഖിയ എന്നാണ്. അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഓതുന്ന കാലത്തോളം ഞങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാവൂല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിൽ ഞാൻ വിശ്വസിക്കുകയും അതനുസരിച്ച് കൊണ്ട് ഓതുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ സ്വർണത്തിന്റെ കിഴി എനിക്ക് വേണ്ട എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു നോക്ക്. സ്വർണത്തിന്റെ കിഴി തിരിച്ചു കൊടുത്തുവിടുക. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും കൊണ്ടുവന്നു കൊടുത്തു, വാങ്ങിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിലും അദ്ദേഹവും കൊണ്ടുവന്ന് കൊടുത്തപ്പോഴും പറഞ്ഞു, എനിക്ക് വേണ്ട. കാരണം റസൂലുള്ളാഹി എന്നെ ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ വാഖിയ. അത് ഓതിയാ മതി. അത് ഓതിയ ദാരിദ്ര്യം നിർമാർജനം ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ വേണ്ടേ? സൂറത്തുൽ മുൽക്ക് ഓതിയിരുന്നവരല്ലേ നമ്മൾ? മൗലിദുകൾ ഓതിയിരുന്നവരല്ലേ? റാത്തിബുകൾ ചൊല്ലിയിരുന്നവരല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടത്തി മാറ്റിയപ്പോ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നകപ്പെട്ടില്ലേ? ചിന്തിച്ചു നോക്ക്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അവിടുത്തെ അനുയായികളാകുന്ന സ്വഹാബത്തും ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സൂറത്തുൻ നിസായിലെ ആയത്ത് ഓതുകയാണ്. സ്ത്രീകളെ എല്ലാവരെയും അടിച്ചു. മിക്ക സഹോദരിമാർക്കും അടി കിട്ടി. അവരൊക്കെ വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പരാതിപ്പെട്ടു. സുബഹിയുടെ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുക്കുന്നു. ഏത് ആയത്ത്? സൂറത്തുൻ നിസായിലെ ആയത്ത്. അവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അന്നിസാ, സ്ത്രീകൾ എന്ന് പ്രതിപാദിക്കുന്ന ഒരു അധ്യായം, അതിലുള്ളൊരു ആയത്ത്.
بسم الله الرحمن الرحيم واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن طعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. പരിശുദ്ധ ഖുർആൻ ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുക. എന്തിനാണ് ഭാര്യ അടിക്കുന്നത്? നിങ്ങൾ എന്തിനാ അടിക്കുന്നത്? അല്ലയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, നിങ്ങളാണ് പ്രശ്നക്കാര്. നിങ്ങളാണ് വിവാഹം കഴിച്ചതിന് ശേഷം ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഭാര്യമാരെ മുത്തലാക്ക് ചെല്ലുന്നത്, ഭാര്യമാരെ ത്വലാക്ക് ചൊല്ലി ഒഴിവാക്കുന്നത്. അത് പാടില്ല, പാടില്ല. 3 ത്വലാഖിലേക്ക് നിങ്ങൾ എടുത്ത് ചാടരുതേ. ത്വലാഖിലേക്ക് തന്നെ നിങ്ങൾ എത്തരുതേ, എത്തരുതേ. ആദ്യമായി നിങ്ങളുടെ ഭാര്യയോട് വർത്തിക്കേണ്ട രീതി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഅദൂഹുന്ന. അല്ലയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചാൽ അവർക്ക് നിങ്ങൾ നല്ല ഉപദേശം കൊടുക്കണേ. വിശുദ്ധ ഖുർആൻ ഒന്നാമതായി ഖുർആൻ പറയുന്നത് ഭാര്യ നന്നാവാൻ ഏറ്റവും നല്ല വഴി അവളെ ഉപദേശിക്കലാണ്. ഭാര്യ പിണങ്ങി നിൽക്കാണ്, നമസ്കരിക്കുന്നില്ല, ശുദ്ധിയുണ്ട്. ഉദാഹരണം ഇതുപോലെ എത്രയോ ഉദാഹരണം പറയാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നിങ്ങൾ പറഞ്ഞിട്ട് പല വിഷയങ്ങൾ അനുസരണം വർത്തിക്കുന്നില്ല. അപ്പൊ ആ ഭാര്യ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് നല്ലതുപോലെ ദീൻ പറഞ്ഞു കൊടുക്കണം. എങ്ങനെ? ആദ്യം ഭാര്യയുടെ കംപ്ലൈന്റ്, അവളുടേതാകുന്ന കംപ്ലൈന്റ് എന്താണ്, അത് പരിപൂർണമായിട്ട് നീ കേൾക്കണം. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നിന്റെ ഭാര്യ എന്തെങ്കിലും വിഷമങ്ങൾ നിന്നോട് വന്ന് പറഞ്ഞാൽ നീ അത് പരിപൂർണമായി കേട്ടുകൊടുക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവണം. ശ്രദ്ധിക്ക്, നല്ലതുപോലെ ശ്രദ്ധിക്കും. ഒരു ഭർത്താവിന്റെ ചുമതല അതാണ്. എന്ത്? നീ ഒരു പക്ഷെ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് പാതിരാത്രി സമയത്തായിരിക്കും കടയടച്ച് വീട്ടിലേക്ക് വരിക. അപ്പൊ ഈ ഭാര്യ വന്നിട്ട് പറയാണ് അവളുടെ ഉമ്മയുടെ കാര്യം, അല്ലെങ്കിൽ നിന്റെ ഉമ്മയുടെ കാര്യം, നിന്റെ വാപ്പയുടെ കാര്യം. ഇതായിരിക്കും സ്വാഭാവികമായിട്ട് പറയുക. ആകെയുള്ള പ്രശ്നം അതായിരിക്കും. വാപ്പ അങ്ങനെ പറഞ്ഞു, ഉമ്മ അങ്ങനെ പറഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഇന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നതാകുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഐക്യപ്പെട്ടുകൊണ്ട് പരസ്പരം കഴിഞ്ഞു പോകണം, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നിപ്പില്ലാതെ. അതുകൊണ്ട് അവനത് നല്ലതുപോലെ കേൾക്കണം, പരിപൂർണമായി അത് കേട്ടുകൊടുക്കണം. ഭാര്യയുടെ കേട്ടതിന് ശേഷം ദീനിയായ വശം നീ ചിന്തിക്കണം. നിന്റെ ഉമ്മയെക്കുറിച്ചായിരിക്കും, നിന്റെ വാപ്പയെക്കുറിച്ചായിരിക്കും അവിടെ പരാതി ഉണ്ടാകുക. ആ പരാതി ഇൻഷാ അല്ലാഹ് ഞാനത് തീർത്തുകൊള്ളാം എന്ന അവസാനമായിട്ട് നീ സൊല്യൂഷൻ പറഞ്ഞാൽ നിന്റെ ഭാര്യയുടെ 100% പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ്. ഇത് അധിക ചെറുപ്പക്കാർക്കും ഉണ്ടാകുന്ന പ്രശ്നം എവിടെയെന്നറിയോ? ഭാര്യ വന്നുകൊണ്ട് കേസ് അവതരിപ്പിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ചാടിക്കേറുക. എന്റെ വാപ്പ അങ്ങനെയൊന്നും പറയൂല, ഉമ്മ അങ്ങനെയൊന്നും പറയൂല, ഇല്ലെങ്കിൽ അവരങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിന്റെ ചാട്ടം അത് വേറൊരു കൊലത്തിലേക്ക് പോകുള്ളൂ. അപ്പോഴാണ് അടിയുണ്ടാകുക. അവൾ 1 പറയും, നീ 3 പറയും, അവൾ 4 പറയും, 5 പറയും. അവസാനം നീ 2 അടി അടിക്കും. പിന്നെ അവളെ നേരെ പാക്ക് ചെയ്ത് കെട്ടിയ സാധനം എല്ലാം എടുത്തുകൊണ്ട് നേരെ ഒരു വണ്ടിയിൽ കൊണ്ട് അവളോട് വീട്ടിലേക്ക് ഉമ്മറപ്പടിയിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് ഒരു കട്ടൻ ചായ പോലും കുടിക്കാതെ ഇറങ്ങി നീങ്ങു പോരും. പെണ്ണിന്റെ വാപ്പായും ഉമ്മായും കുടുംബക്കാരെല്ലാം കൂടെ ആകെ അങ്കലാപ്പായി. ഫോൺ വിളിച്ചിട്ട് ഇവ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അവസാനം ചർച്ച ചെയ്യുമ്പോൾ മാസങ്ങൾ കഴിഞ്ഞതല്ലേ, ഇനി ഞങ്ങൾ രണ്ടുപേരും മാറി നിൽക്കാൻ പഠിച്ചു എന്ന അർത്ഥത്തിൽ ഭാര്യയും ഭർത്താവാകുന്ന സഹോദരൻ അവൾ ഇത്രയും നാളെ മാറി നിന്നില്ലേ, എന്നെ ഇതുവരെ അവൾ വിളിച്ചിട്ടുമില്ല, അതുകൊണ്ട് അവൾ ഇനി മാറി നിൽക്കട്ടെ എന്ന രീതിയിൽ ഭർത്താവ് നിൽക്കുമ്പോൾ ഈ ചെറിയ പ്രശ്നം പർവ്വതീകരിക്കപ്പെട്ട് ത്വലാഖിലേക്ക് എത്താം. ചെറിയ വിഷയമായിരുന്നു സംഭവം. ചർച്ച ചെയ്തിരുന്നെങ്കിൽ അത് പരിഹരിക്കാമായിരുന്നു.
പരിഹരിക്കാമായിരുന്നു. പക്ഷെ അത് ചർച്ച ചെയ്യാതെ ദിവസങ്ങളോളം മാസങ്ങളോളമായിട്ടായിട്ട് അവസാനം അത് 3 ത്വലാഖ് ചൊല്ലി ഒഴിവാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന 100% പ്രശ്നങ്ങൾ. ചെറിയ വിഷയങ്ങളാണ്, അതൊക്കെ ചർച്ച ചെയ്ത് വലുതാക്കി, ഇല്ലെങ്കിൽ മാറി നിന്ന് വലുതാക്കി. ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭാര്യയുടെ സാധനങ്ങൾ കെട്ടിപ്പൊതിഞ്ഞിട്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടേയാക്കാൻ ഒരു ഖുർആനും പറയുന്നില്ല, ഒരു ഹദീസും പറയുന്നില്ല. ഒരു ഉലമാക്കളും അങ്ങനെ പ്രസ്താവന നൽകിയിട്ടില്ല. ഭർത്താവാകുന്ന നിന്നെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് നീ പഠിക്കണം. അല്ലാതെ 1-2 അശ്ലീല പടങ്ങൾ കണ്ടിട്ട് ഇതാണ് കുടുംബജീവിതം എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള സിനിമാ ഗാനങ്ങളും സിനിമാ നടങ്ങളും കാണിക്കുന്നതാകുന്ന ജീവിതം കൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് പന്ത് തട്ടിക്കൊണ്ടുള്ള ജീവിതമാകരുത് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ. വിവാഹ ജീവിതം എന്താണെന്ന് പഠിക്കണം. എങ്ങനെയാണത് സഹാബത്ത് കൊണ്ടുപോയത്, എങ്ങനെയാണ് താബികൾ അത് കൊണ്ടുപോയത്, എങ്ങനെയാണ് ഉലമാക്കൾ അത് കൊണ്ടുപോയത്, എങ്ങനെയാണ് പ്രവാചകന്മാരത് കൊണ്ടുപോയത്, നീ പഠിക്കൽ അനിവാര്യമാണ്. ആദ്യമായിട്ട് നിന്റെ ഭാര്യയ്ക്ക് നല്ല ഉപദേശം കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുൻ, അല്ലയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചാൽ അവരോട് നല്ല ഉപദേശത്തിൽ വർത്തിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. മാന്യമായ ഉപദേശം കൊടുക്കണം. അതാണ് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം നിന്റെ മാന്യത. നീ അത് കീപ്പ് ചെയ്യണം. ചീത്ത പറയാൻ പാടില്ല. ചീത്ത വിളിക്കാൻ എവിടെയും ഖുർആൻ പറഞ്ഞിട്ടില്ല, എവിടെയും പ്രവാചകരും പഠിപ്പിച്ചിട്ടില്ല. ഇതാര് പഠിപ്പിച്ചോ? ഇതാരാണ്? നിന്റെ നാവ് നീ സൂക്ഷിച്ചാൽ നീ രക്ഷപ്പെട്ടു. അത് പെണ്ണിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. നരകത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്, ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. നബിയുനാ റസൂലുള്ളാഹി ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅയ്തുൻ നാർ വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. റഅയ്തുൻ നാർ, ഞാൻ നരകം കണ്ടുപോയി സാബ. വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ, ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് സ്ത്രീകളെയാണ്, വർഗത്തെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ, സഹാബത്തുടനെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അത്രേ, അയുക്ഫിർന ബില്ലാഹ്, നബിയേ അവരല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചത് കൊണ്ടാണോ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ പടച്ചറപ്പിനോട് നന്ദികേട് കാണിച്ചിട്ടാണോ അവരെ നരകത്തിലേക്ക് കൂടുതലായി കാണപ്പെട്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, റബ്ബിനോടും നന്ദികേട് കാണിക്കുന്നവരാണ്, അവരുടെ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നവരാണ്. എങ്ങനെയുള്ളവരെന്നറിയുമോ? ഹബീബായ നബി തങ്ങൾ പറയുകയാ, സ്വന്തം ഭർത്താവിനെ കുറിച്ച് നാട്ടുകാരോട്, അയൽവാസികളോട്, കൂട്ടുകാരികളോട് മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുന്ന പെണ്ണാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്നി ലൗ ബഗദുൽ മർആ തഖറുജു മിൻ ബൈതിഹാ തജറു ദൈലഹാ വതസ്തകി അൻ സൗജിഹാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് അനാവശ്യമാകുന്ന കമന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് കൂട്ടുകാരികളോട്, നാട്ടുകാരോട് മോശപ്പെട്ടതാകുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞു നടക്കുന്ന പെണ്ണുണ്ടോ, അവളെ എനിക്ക് കാണണ്ട എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്, പെണ്ണേ എനിക്ക് നിന്നോട് വല്ലാത്ത ദേഷ്യമാണ്. ഇന്നീല ഉബഗിദുൽ മർആ, നിശ്ചയം ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ്. എങ്ങനത്തെ പെണ്ണെന്നറിയുമോ? തഖറുജു മിൻ ബൈതിഹാ, അവളുടെ പാവപ്പെട്ട ഭർത്താവുണ്ട്, അവൾക്ക് വേണ്ടി പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നവരാണ്, അവൾക്ക് വേണ്ടി ദൈനംദിന ജീവിതത്തിന് വേണ്ടി രാവിലെ സുബഹിയുടെ ബാങ്ക് മുഴങ്ങുമ്പോ HMD കോളനിയിൽ നിന്ന് അതാ പാവപ്പെട്ട സഹോദരൻ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് കട തുറക്കാൻ വേണ്ടി പുറപ്പെടുന്ന സഹോദരനാ,
കൂലിത്തൊഴിലാളിയാകുന്ന ചെറുപ്പക്കാരനാണ്. അവൻ വീട്ടിലേക്ക് മടങ്ങുന്നത് വരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെടുമ്പോ ആ ഭർത്താവിനെ മറന്നിട്ട് മറ്റുള്ളവരുടെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ? കാമുകന്മാരുമായി ചാറ്റിംഗ് നടത്തുന്നതാകുന്ന സഹോദരിമാരുണ്ടോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അവളെ എനിക്ക് വല്ലാത്ത ദേഷ്യമാണ്. അവൾ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ അനുമതിയില്ലാതെ ഇറങ്ങുന്നവളാ, അണിഞ്ഞൊരുങ്ങി ഇറങ്ങുന്നവളാണ്. അവളുടെ തുണിയുടെ കോന്തല് നിലത്തുകൂടി വലിച്ചടച്ചുകൊണ്ട് നടക്കുന്നവളാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ ഉലമാക്കൾ രേഖപ്പെടുത്തുകയാ, അറിയണേ അവൾ പോകാത്ത വഴികളില്ല, അവൾ പോകാത്ത മാളുകളില്ല, അവൾ പോകാത്തതാകുന്ന പാർക്കുകളില്ല, അവൾ പോകാത്ത കടൽ തീരങ്ങളില്ല, അവൾ പോകാത്ത റെസ്റ്റോറന്റുകളില്ല, അവൾ പോകാത്ത മോട്ടലുകളില്ല, അവൾ പോകാത്ത ഹോട്ടലുകളില്ല, അവൾ കഴിക്കാത്തതാകുന്ന ഭക്ഷണങ്ങളില്ല. ഭർത്താവില്ലാത്ത സമയത്ത് കറക്കമാണ്. അത്തരത്തിലുള്ള പെണ്ണുങ്ങളെ എനിക്ക് കണ്ണിൽ കണ്ടുകൂടാ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് പരിശുദ്ധമാകുന്ന റമദാനിലെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് 5 വഖ്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഇബാദത്ത് അനുഷ്ഠിച്ചുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞാൽ അവൾക്ക് സ്വർഗമാണ് നബിയുനാ റസൂലുള്ളാഹി. അത്തരത്തിലുള്ള ഉമ്മമാര് നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാരൊക്കെ അത്തരത്തിലാണ്. അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആ ഇബാദത്തുകളൊക്കെ അല്ലാഹു നിലനിർത്തി തരട്ടെ. അസ്മാ ബിൻത് യസീദ് അൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബി വനിത അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി വന്നതാണ്, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ, മറ്റൊന്നുമല്ല. പുരുഷന്മാർക്ക് ജമാഅത്തുകളുണ്ട്, ജുമഅയ്ക്ക് പോകൽ നിർബന്ധമാണ്, ജമാഅത്തുകൾക്ക് പങ്കെടുക്കാൻ അവർക്ക് പറ്റും, യുദ്ധത്തിന് പോകാനും പുരുഷന്മാർക്ക് പറ്റും, എല്ലാവിധ സൽക്കർമ്മങ്ങൾക്കും പുരുഷന്മാർക്കും മുൻഗണന. യുദ്ധത്തിന് ഞങ്ങളെ കൊണ്ടുപോകൂല, ജുമഅയ്ക്ക് ഞങ്ങളെ കൊണ്ടുപോകൂല, ജമാഅത്തിന് ഞങ്ങൾ വരേണ്ടതില്ല. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും കൂലി കിട്ടണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭർത്താവിനെ അനുസരിക്കുകയും നമസ്കാരം കൃത്യമായി 5 വഖ്ത് വീടിന്റെ അകത്തളങ്ങളിൽ നിർവഹിക്കുകയും റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും കഴിവും സമ്പത്തും ഉണ്ടായാൽ ഒന്ന് ഹജ്ജും കൂടി ചെയ്താൽ നിനക്ക് സ്വർഗമുണ്ട് നബിയുനാ റസൂലുള്ളാഹി. നിനക്കെന്ന് മാത്രമല്ല, സ്ത്രീയായി പിറന്നതാകുന്ന പെൺകുട്ടികൾക്കൊക്കെ സ്വർഗമുണ്ട് നബി മുഹമ്മദ് മുസ്തഫ. കൂടുതലൊന്നും ചെയ്യണ്ട. ഇവിടെ ജുമായ്ക്കും ജമാഅത്തിനും വരാൻ ആർക്കാ ഇവിടെ വേണ്ടത്? പുരുഷന്മാർക്കല്ലേ? ഇവിടെ ആർക്കാ സാധ്യതയും കൂടുതലുള്ളത്? പറയും നിങ്ങൾ, പുരുഷന്മാര് പറ. ആർക്കാണ് ഇവിടെ സാധ്യതയും കൂടുതലുള്ളത്? സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ? പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമാകുന്ന ബാങ്കൊലികൾ, ജുമഅയുടെ ബാങ്കൊലികൾ കാതോരത്തേക്ക് കടന്നു വരുമ്പോ ജമാഅത്തിന് വേണ്ടി പടച്ചറപ്പിന്റെ പള്ളിയുടെ കത്തലങ്ങളിൽ നിന്ന് ഹയ്യ അലസ്സലാ, നമസ്കരിക്കാൻ വേണ്ടി വരൂ എന്ന് വിളിക്കുമ്പോ അവിടേക്ക് കടന്നു വരൽ നിർബന്ധമാർക്കാണ്? ആർക്കാണ്? പുരുഷന്മാരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇളവാണ്, വീട്ടിൽ നിസ്കരിച്ചാൽ മതി. ആർക്കാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടത്? സത്യത്തിൽ ചിന്തിക്കുക. എന്നിട്ടും പെൺകുട്ടികൾ പറയാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല. നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട, നിങ്ങൾ വീട്ടിൽ തന്നെ ഇത് നിസ്കരിച്ചാൽ മതി, ഇബാദത്തെടുത്താൽ മതി, ഭർത്താവിനനുസരിക്കുക, നോമ്പ് പിടിക്കുക, കൃത്യമായി വീട്ടിലെ കാര്യങ്ങൾ പരിലാളിക്കുക, നിങ്ങൾക്ക് സ്വർഗം. കണ്ട എത്ര സന്തോഷമാണ്, ചിന്തിച്ചു നോക്ക്. എത്ര സന്തോഷമാണ്. മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ നിന്ന് എല്ലാ മാസവും കൃത്യമായി പുറപ്പെടുന്ന രക്തമുണ്ട്, പീരിയഡ് ടൈമുണ്ട്. അത് 6-7 ദിവസം നീണ്ടു നിൽക്കും. ആ 6-7 ദിവസത്തിൽ അവൾ നമസ്കരിക്കേണ്ടതില്ല. പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമസ്കരിക്കേണ്ടതില്ല. അഥവാ ഒരു പെണ്ണ് എനിക്ക് നമസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ഒരു പെണ്ണ് നമസ്കരിച്ചാൽ ആ നമസ്കാരം സ്വീകാര്യമല്ല. ആ ചെയ്തതിന്റെ പേരിൽ അവർക്ക് ശിക്ഷ കൊടുക്കുക. നബിയുനാ റസൂലുള്ളാഹി. ലോകത്ത് ഇതുവരെ ഒരു മതമുണ്ടോ? വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കാൻ, ലോകത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത ഇത്തരത്തിലൊരു മതമുണ്ടോ? സ്ത്രീകൾക്ക് മാസമുറയുണ്ടാകുന്ന സന്ദർഭത്തിൽ പോലും ഇബാദത്തുകൾ ചെയ്യേണ്ടതില്ല, വീടിന്റെ അകത്തളങ്ങളിൽ അവർ വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. അതേസമയത്ത് ഭർത്താവാകുന്ന നമ്മളോട് പറയുന്നു, ഭർത്താക്കന്മാരാകുന്ന നമ്മളോട് പറയുന്നു, നീ യാത്രാമധ്യേ നിന്റെ വാഹന
വാഹനം അപകടത്തിൽപ്പെട്ട്, അള്ളാഹു നമ്മുടെ അപകടങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാവട്ടെ, അപകടത്തിൽപ്പെട്ട് നിന്റെ തലച്ചോറ് പൊട്ടി നിന്റെ ശരീരത്തിൽ നിന്ന് ധാരധാരയായി രക്തം വാർന്നൊഴുകിയാലും, നിന്റെ കുടൽമാല വെളിയിൽ വന്നാലും, നാളെ സുബഹിയുടെ ബാങ്കൊലി നിന്റെ കർണപുടത്തിലെ കലയൊലി കൊള്ളുമ്പോ നിന്റെ മേൽ പടച്ചിറപ്പ് പറയുന്നു, ജമാഅത്തിന് വന്നില്ലെങ്കിലും നീ നമസ്കരിക്കണം, നിനക്ക് ബോധമുണ്ടെങ്കിൽ എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. പുരുഷന്മാരോട് കർശനത, എന്നാൽ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ഒരു ചെറിയ രക്തം പുറപ്പെടുന്നതിന്റെ പേരിൽ ദിവസങ്ങളോളം അവളോട് പറയുന്നു നീ നമസ്കരിക്കേണ്ടതില്ല. ആർക്കാണ് ഇവിടെ സ്വാതന്ത്ര്യം കൊടുത്തത്? എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? നിങ്ങളുടെ ബുദ്ധി വല്ലവർക്കും പണയം വെച്ചോ? എന്താ നിങ്ങൾ ചിന്തിക്കണ്ടേ? ആഴ്ചയിൽ ദിവസങ്ങളോളം ഉണ്ടാകുന്ന, ആഴ്ചയിൽ നീണ്ടു നിൽക്കുന്ന രക്തകണങ്ങൾ പുറപ്പെടുന്നതിന്റെ പേരിൽ അതും ഒരുപാടില്ല, ചെറുതായ രീതിയിൽ പുറപ്പെടുന്ന രക്തകണങ്ങളുടെ പേരിൽ അവൾ നമസ്കരിക്കേണ്ടതില്ല. നമസ്കരിക്കുന്ന നമസ്കാരം അസാധുവാക്കുകയാണ്. നമസ്കരിക്കുന്നതിന്റെ പേരിൽ ഒരു ഇബാദത്ത് അവൾ ചെയ്താൽ, ആ സമയത്ത് അവൾ പ്രവർത്തിച്ചാൽ അതിനുവേണ്ടി ശിക്ഷ കൊടുക്കുകയാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. എന്നാൽ അപകടത്തിൽപ്പെട്ട് തലച്ചോറ് പൊട്ടിയൊഴുകുന്നു, ബോധമുള്ളതാകുന്ന വ്യക്തിയാണ് എങ്കിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിന്നോട് പറയുന്നു, പുരുഷനാകുന്ന എന്നോടും നിങ്ങളോടും പറയുന്നു നമസ്കരിക്കണം നീ. എന്നിട്ടും ഇവിടെ ചാനലുകളിൽ തട്ടമിട്ടതാകുന്ന ഉമ്മമാര് കയറിയിരുന്നിട്ട് പറയുന്നു ഈ പരിശുദ്ധ ദീനിൽ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യവുമില്ല. സത്യത്തിൽ വിവരമില്ലാത്തത് കൊണ്ടല്ലേ? സത്യത്തിൽ അറിവില്ലാത്തത് കൊണ്ടല്ലേ? പഠിക്കണ്ടേ എന്താണ് ദീനി എന്ന്? പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം എന്തിനാണ് പർദ്ദ ധരിച്ചുകൊണ്ട് ഉമ്മമാര് നടക്കണമെന്ന് പറയാനുള്ള കാരണം എന്തിനാണ്? നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് അർദ്ധനഗ്നരായി നടക്കരുത്, ശരീരം മുഴുവൻ മറച്ചു നടക്കണമെന്ന് പറയുന്നതിന്റെ സാരാംശം എന്താണ്? ഇതിരിക്കുന്ന പണ്ഡിതന്മാര് പറഞ്ഞതാണോ? ഉലമാക്കളെ രേഖപ്പെടുത്തിയതാണോ? അബ്ദുസ്സലാം ലത്തീഫിയുടെ വാക്കാണോ? കുമ്മനം ഉസ്താദിന്റെ വാക്കാണോ? ഏതെങ്കിലും പണ്ഡിതന്മാരുടെ വാക്കാണോ? ഇത് പരിശുദ്ധ പ്രവാചകനും അള്ളാഹുവും കൂടി തീരുമാനിച്ചതല്ലേ? അള്ളാഹുവിന്റെ കലാമല്ലേ? ഇത് പ്രവാചകൻ വെളിപ്പെടുത്തിയതല്ലേ? അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനം പറഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു വിശ്വാസിയും ഒന്നും മാറി ചിന്തിക്കാൻ പാടില്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ മാറി ചിന്തിക്കുന്നവരാരായിരിക്കും? മുനാഫിക്കുകളായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കപട വിശ്വാസികളായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിന്റെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കി വരുമ്പോ നല്ല രീതിയിൽ അവൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുക. പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് ഇതൊക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടാകും, നിനക്കറിയൂലേ റസൂലുള്ളാഹിന്റെ ജീവിതം എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനോട് എനിക്ക് ഒരു ജോലിക്കാരി വെച്ച് തരണം, ഇതാണെന്ന് പറയാം. പാവപ്പെട്ട ഭർത്താവാണ്, ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെയാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം, നല്ല നല്ല ചരിത്രങ്ങളില്ലേ? എത്ര ചരിത്രങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. ഹബീബായ നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ എന്റെ കയ്യിലേക്കൊന്ന് നോക്കണേ നബിയേ. ഹബീബായ നബി തങ്ങൾ ഫാത്തിമ ബീവിയുടെ കൈ പരിശോധിച്ച് നോക്കുമ്പോ തഴമ്പ് വന്നിട്ട് പൊട്ടിയിട്ട് രക്തകണങ്ങൾ അതാ പുറപ്പെട്ടിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൈ കണ്ടുകൊണ്ട് റസൂലുള്ള കരയുകയാണ്. റസൂലുള്ള ചോദിച്ച, മോളെ എന്ത് പറ്റി? ഫാത്തിമ ബീവി പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ ജോലിയുടെ ഭാരമാണ്, ജോലിയുടെ ഭാരമാണ്. ഭർത്താവിനെ കുറിച്ചുള്ള പരാതിയല്ല, മറിച്ച് എന്റെ വീട്ടിൽ ഞാൻ അരയ്ക്കുന്നതാകുന്ന കല്ല്, മാവരയ്ക്കുന്ന കല്ലിലിട്ട് ഇങ്ങനെ പിടിച്ച് എന്റെ കൈ, മാർദ്ദവമുള്ള കൈയല്ലേ, കട്ടിയുള്ള കൈയല്ലല്ലോ. ഈ മാർദ്ദവമുള്ള കൈ അങ്ങോട്ട് പൊട്ടി, അത് തഴമ്പ് വന്ന ആ തഴമ്പ് പൊട്ടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, എന്തിനാ മോള് വന്നത്? അതിവിടെ യുദ്ധത്തിന് ചെറുപിടിക്കപ്പെട്ടതാകുന്ന കുറച്ച് അടിമകളെ കിട്ടിയെന്ന് അവിടുത്തെ എനിക്ക് അറിഞ്ഞു കിട്ടി. കുറച്ച് അടിമകളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടി, യുദ്ധത്തിന് ശേഷം കിട്ടിയതാണ്. ഒനീമത്ത് സുത്തിൽപ്പെട്ടതാണ്. അതിൽ നിന്ന് ഒരടിമ ഒന്ന് വീട്ടിലേക്ക് കിട്ടിയാൽ റാഹത്തായിരുന്നു. വീട്ടിലെ ജോലി കുറച്ച് ദിവസത്തേക്ക്, 1-2 ദിവസത്തേക്കൊന്ന് റാഹത്തായിട്ട് ശരിയാവും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോള് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരാം. ആരാ ഫാത്തിമ ബീവി? ഈ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് വിവാഹം കഴിഞ്ഞ ദിവസത്തിൽ ധരിച്ചിരുന്നതാകുന്ന കുപ്പായത്തിൽ 18 സ്ഥലങ്ങളിൽ കീറലുണ്ടായിരുന്നു. അത് തയ്ച്ചാണ് വെച്ചിരുന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു.
വിവാഹസുദിനത്തിലിട്ടിരുന്ന വസ്ത്രം, നല്ല ഒരു വസ്ത്രം പോലും കൊടുക്കാനില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം മകളുടെ വിവാഹം സ്വർഗീയ സ്ത്രീകളുടെ നേതൃപടവും അലങ്കരിക്കുന്നതാകുന്ന നമ്മൾ ഹനിയ വ്യക്തി മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം പഠിക്ക്. കീറത്തുണി, ആ കീറത്തുണികൾ കണ്ടം വെച്ചതാകുന്ന തുണികളാണ്. എത്ര സ്ഥലത്ത്? 18 സ്ഥലങ്ങളിൽ തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഫാത്തിമ ബീബി റളിയല്ലാഹു. വീട്ടിലേക്ക് പോകുമ്പോൾ, ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ 4 സാധനങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തുവിട്ടത്. 4 സാധനങ്ങൾ. അത് ഡൂറോഫ്ലെക്സിന്റെ ബ്രെഡ് ആയിരുന്നില്ല, അതല്ല തലയിണയായിരുന്നില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തുവിട്ടത് മാവ് അരയ്ക്കാനുള്ളതാകുന്ന ഒരു കല്ല്. മാവ് അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കല്ല്. ആ കല്ലാട്ടിയിട്ടാണ് ഇപ്പൊ കൈ പരുവത്തിലായി. അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തുവിടുക. വീട്ടിൽ ജോലിക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി കൊടുത്തുവിടുന്ന സാധനങ്ങൾ. നമ്മളൊക്കെ പെണ്ണിനെ കെട്ടിച്ചു വിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പോകും. ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? ഒരു അലമാര കൊണ്ടുപോകും, ഒരു ഫ്രിഡ്ജ് കൊണ്ടുപോകും, അങ്ങനെ കുറെ പരിപാടികൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം കൊണ്ട് പോകുമ്പോൾ തന്നെ കൊടുത്തുവിടുന്നതാണ് ഇതൊക്കെ. എന്തൊക്കെ? ഒരു അരയ്ക്കാനുള്ളതാകുന്ന ഒരു കല്ല്, മാവരയ്ക്കാനുള്ള ഒരു കല്ല്. വെള്ളം ഭർത്താവിന് ഒഴിച്ചു കൊടുക്കാനുള്ളതാകുന്ന ഒരു കൂജ, ചെറിയൊരു കൂജ. വലിയ കൂജ എന്നല്ല, ചെറിയൊരു കൂജ. പിന്നെ വെള്ളം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു തോൽപാത്രം, തോലിന്റെ പാത്രം. 4-മത്തത് ഇതെല്ലാം കഴിഞ്ഞിട്ട് മാറിക്കിടക്കാൻ വേണ്ടി ഒരു ചെറിയ തലയിണ. മെത്തയില്ല, ഒരു ചെറിയ തലയിണ. അത് ഈന്തപ്പനയുടെ ചകിരികൾ വെച്ചിട്ടുള്ള തലയിണ. കടന്നു കഴിഞ്ഞാൽ തല പിന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങോട്ട് തല വെച്ചാൽ പിന്നെ ചാടി ഇങ്ങോട്ട് എഴുന്നേക്കും. നമുക്കൊന്നും പറ്റൂല. അങ്ങനത്തെ സൈസ് തലകട. കാരണം അതേ ഉള്ളൂ, ദാരിദ്ര്യമാണ്.